തമിഴ്നാട് ഇന്ന് കണ്ടത് പക്ക മാസ് എന്റർടൈൻമെന്റ് ഷോയാണ്. സ്റ്റാലിന്റെ കഴിഞ്ഞ 5 വർഷം തമിഴ്നാട് മിസ് ചെയ്ത രാഷ്ട്രീയത്തിലെ മാസ് മസാല ട്വിസ്റ്റുകൾ തിരിച്ചു വന്നിരിക്കുകയാണ്. തഞ്ചാവൂരിൽ നടന്ന DMK സമ്മേളനത്തിൽ നടി തൃഷയെ മുഖ്യമന്ത്രി വിജയുമായി ചേർത്ത് അപകീർത്തികരമായി പ്രസംഗം നടത്തിയ ഉദയനിധി സ്റ്റാലിനെ വീട്ടിൽ നിന്ന് പൊക്കി വിജയുടെ പോലീസ്. എവിടേക്കെന്നോ എന്താണ് നീക്കമെന്നോ പോലും അറിയാത്ത മണിക്കൂറുകളായിരുന്നു പിന്നീട്. കോടതി നിർദ്ദേശം പോലും മറികടക്കുന്ന അതിനാടകീയ രംഗങ്ങൾക്കൊടുവിൽ തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. DMK വൻ പ്രതിഷേധത്തിന് ഇത് അവസരമാക്കി മാറ്റിയിട്ടുണ്ട്. പാർലമെന്റിൽ ഉൾപ്പെടെ ഈ വിഷയം ഉന്നയിച്ചു. ഉദയനിധിയും വിജയും നേർക്കുനേർ എത്തിയതോടെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയം പുതിയ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അത് ജയലളിത കരുണാനിധി കാലത്തേക്കുള്ള തിരിച്ചുപോകാകുമോ എന്നാണ് കാണേണ്ടത്. കാവേരി നദീജല തർക്കത്തിൽ തമിഴ്നാട് സർക്കാരിനെതിരായ തഞ്ചാവൂരിൽ സംഘടിപ്പിച്ച പ്രതിഷേധത്തിലായിരുന്നു ഉദയനിധി സ്റ്റാലിന്റെ അധിക്ഷേപ പരാമർശമുണ്ടായത്. തമിഴ്നാട് മുഖ്യമന്ത്രിക്ക് ജനങ്ങളുടെ അടിസ്ഥാന ആവശ്യമായ കാവേരി നദിയിലെ വെള്ളത്തിനായി ഇടപെടുന്നതിന് പകരം മറ്റു ചില കാര്യങ്ങളിലാണ് ശ്രദ്ധയെന്നായിരുന്നു പരാമർശം. പിന്നാലെ വേദിക്ക് താഴെയുണ്ടായിരുന്ന DMK പ്രവർത്തകർ തൃഷയുടെ പേര് വിളിച്ചു പറഞ്ഞതിന് ചെറുചിരിയായിരുന്നു ഉദയനിധിയുടെ മറുപടി. പിന്നാലെ ദ്വയാർത്ഥ പ്രയോഗം നടത്തി. തുടർന്ന് താൻ കാവേരി നദിയെക്കുറിച്ചാണ് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞ് ഉദയനിധി ഒഴിഞ്ഞുമാറി. ആ വിവാദ പരാമർശം ഒന്ന് കേൾക്കാം. ஆனா இதை பத்தி இன்னைக்கு இருக்கக்கூடிய முதலமைச்சர் வாயை திறந்து பேசுறாரா? பேச மாட்டேங்கிறார். அவருக்கு இருக்கக்கூடிய ஒரே கவலை என்ன? திமுக மேல என்ன பொய் வழக்கு போடலாம், என்ன பொய் கேஸ் போடலாம். எங்க தண்ணி வருதோ இல்ல அங்க தண்ணி வரணும். காவிரி சொன்ன ഒരു പൊതുപ്രവർത്തകനും ഒരാളും പറഞ്ഞുകൂടാത്ത മോശമായ വാക്കുകളാണ് ഒരു പൊതുവിടത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്ന ഉദയനിധി സ്റ്റാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മുഖ്യമന്ത്രിയെ അപകീർത്തിപ്പെടുത്തിയെന്ന പരാതിയിൽ പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെതിരെ വിവിധ വകുപ്പുകൾ ചുമത്തി തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് കേസെടുക്കുകയായിരുന്നു. ഇതിനു പിന്നാലെ അറസ്റ്റ് ചെയ്യാനായി നീലാങ്കരയിലെ ഉദയനിധിയുടെ വീട്ടിൽ രാവിലെ തന്നെ പോലീസ് എത്തി. ചെന്നൈ നീലാങ്കരയിലെ വസതിയിൽ വെച്ച് തഞ്ചാവൂർ ഈസ്റ്റ് പോലീസ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തു. TVK നൽകിയ ഔദ്യോഗിക പരാതിയുടെയും ദേശീയ വനിതാ കമ്മീഷൻ നൽകിയ കത്തിന്റെയും അടിസ്ഥാനത്തിലായിരുന്നു നടപടി. ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതോടെ സ്ഥലത്ത് സംഘർഷാവസ്ഥയുണ്ടായി. DMK പ്രവർത്തകരും പോലീസുമായി ഏറെ നേരം ഉന്തും തള്ളും ഒക്കെ ഉണ്ടായി. വലിയ സംഘർഷ സാഹചര്യങ്ങളിലേക്കൊക്കെ അത് നീങ്ങുമോ എന്ന് സംശയിക്കുന്ന സമയമാണ് കടന്നുപോയത്. എന്തായാലും അറസ്റ്റ് തടയാൻ മദ്രാസ് ഹൈക്കോടതിയിൽ DMK അടിയന്തര ഹർജി ഫയൽ ചെയ്തിരുന്നു. അതൊരു ബുദ്ധിപൂർവമായിട്ടുള്ള നീക്കമായിരുന്നു, അല്ലെങ്കിൽ അറസ്റ്റ് ഭയന്നുള്ള നീക്കമായിരുന്നു. തുടർന്ന് ഉച്ചവരെ ഉദയനിധിയെ അറസ്റ്റ് ചെയ്യരുതെന്ന് കോടതി ഉത്തരവിട്ടിരുന്നു. എന്നാൽ ഇതിനു മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഏത് പ്രത്യാഘാതവും നേരിടാൻ തയ്യാറാണെന്ന് പോലീസ് വാഹനത്തിലിരിക്കെ ഉദയനിധി സ്റ്റാലിൻ ന്യൂസ് 18നോട് പറഞ്ഞു. എല്ലാ പ്രത്യാഘാതവും നേരിടാൻ താൻ തയ്യാറെന്നാണ് ഉദയനിധി സ്റ്റാലിൻ പറഞ്ഞത്. ഇത്രയും വിവാദവും അറസ്റ്റിലേക്കും കസ്റ്റഡിയിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയിട്ടും അതിൽ ക്ഷമാപണമോ അല്ലെങ്കിൽ ആ പരാമർശം പിൻവലിക്കാനോ ഉദയനിധി സ്റ്റാലിൻ തയ്യാറായിട്ടില്ല. പിന്നീട് ഈ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം എവിടേക്കെന്നത് ഒരു വ്യക്തതയുമില്ലാതെ തുടർന്നു. വലിയ അഭ്യൂഹങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ടായി. അറസ്റ്റ് രേഖപ്പെടുത്തിയില്ല എന്നൊക്കെ വാർത്തകൾ പരന്നു. തഞ്ചാവൂരിലേക്ക് എന്നാണ് ഒടുവിൽ ഇതുമായി ബന്ധപ്പെട്ട് വിവരം ലഭിച്ചത്. വിഷയം പിന്നീട് കോടതിയിലെത്തി. അപ്പോഴാണ് കാര്യങ്ങളിലൊരു വ്യക്തത വന്നത്.
ഉദയനിധി സ്റ്റാലിനെ ചോദ്യം ചെയ്ത ശേഷം സ്വന്തം ജാമ്യത്തിൽ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടു. ഉദയനിധിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ ചോദ്യം ചെയ്തുകൊണ്ട് DMK നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ജസ്റ്റിസ് GK ഇളന്തിരയ്യൻ ചോദ്യം ചെയ്ത ശേഷം ഉദയനിധിയെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കാൻ ഉത്തരവിട്ടത്. സ്വന്തം ജാമ്യത്തിൽ ഉദയനിധിയെ വിട്ടയക്കാനാണ് കോടതി പറഞ്ഞത്. അന്വേഷണവുമായി സഹകരിക്കാനും ആവശ്യമുള്ളപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകാനും കോടതി ഉദയനിധിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. തൃഷയുടെയോ വിജയയുടെയോ പേര് പ്രസംഗത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നും സ്ത്രീയുടെ അന്തസ് ഹനിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടില്ല എന്നുമാണ് ഉദയനിധിക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത്. അതേസമയം ഉദയനിധിയെ ചോദ്യം ചെയ്ത് വിട്ടയക്കുമെന്നും കസ്റ്റഡിയിൽ ആവശ്യപ്പെടില്ലെന്നും സർക്കാർ അഡ്വക്കേറ്റ് ജനറൽ വിജയ് നാരായണനും വ്യക്തമാക്കി. ഇതിന് പിന്നാലെയാണ് ചോദ്യം ചെയ്യലിന് ശേഷം ഉദയനിധി സ്റ്റാലിനെ ഇന്ന് തന്നെ വിട്ടയക്കണമെന്ന് മദ്രാസ് ഹൈക്കോടതി ഉത്തരവിട്ടത്. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റിനെ അപലപിച്ച് DMK രംഗത്തു വന്നു. അറസ്റ്റിനെ വിജയ് സർക്കാരിന്റെ രാഷ്ട്രീയ പകപോക്കൽ എന്നാണ് DMK വിശേഷിപ്പിച്ചത്. പാർലമെന്റിലും DMK പ്രതിഷേധിച്ചു. തമിഴ്നാട് പ്രതിപക്ഷ നേതാവ് ഉദയനിധി സ്റ്റാലിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിന് പിന്നാലെ തുടർ പ്രതിഷേധ നടപടികളെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിനായി DMK ആസ്ഥാനത്ത് നേതാക്കൾ യോഗം ചേർന്നു. നാളെ തമിഴ്നാട് നിയമസഭയിൽ ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപാണ് ഉദയനിധി അറസ്റ്റിലായത്. ബജറ്റ് പോലും പാസാക്കാത്ത മുഖ്യമന്ത്രിയുടെ നടപടിക്കെതിരെയൊക്കെ വലിയ വിമർശനം തമിഴ്നാട്ടിൽ ഉയരുന്നുണ്ട്. നമുക്കറിയാം, നമ്മൾ ബജറ്റ് എത്രയോ മുന്നേ അവതരിപ്പിച്ചു. പക്ഷേ അവിടെ ആദ്യം തന്നെ മുഖ്യമന്ത്രി ചുമതലയേറ്റതാണ്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ബജറ്റ് നടപടികൾ ഉണ്ടായിട്ടില്ല. ഇതൊക്കെ വലിയ വിമർശനത്തിനിടയാക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ അതൊക്കെ വലിയ ചർച്ചയായി നിൽക്കുകയാണ്. ആ ഘട്ടത്തിലാണ് ബജറ്റ് സമ്മേളനം തുടങ്ങുന്നതിന് മുൻപ് അറസ്റ്റും ഇത്തരം നാടകീയ സംഭവങ്ങളും തമിഴ്നാട്ടിൽ അരങ്ങേറുന്നത്. ഇതൊക്കെ കഴിവുകേടുകൾ മറച്ചുവെക്കുന്നതിനുള്ള നീക്കം എന്നതാണ് DMK ആരോപിക്കുന്നത്. പക്ഷേ നോക്കൂ, ഇത് തുടങ്ങിയത് ഉദയനിധിയുടെ പരാമർശത്തിൽ നിന്നാണ്. ഉദയനിധിയാണ് മോശം പരാമർശം നടത്തിയത്. ഒരു പൊതുപ്രവർത്തകനും നടത്തിക്കൂടാത്ത കാര്യമാണ്, അല്ലെങ്കിൽ പറഞ്ഞുകൂടാത്ത കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അതിനുശേഷം ആണ് ഈ കസ്റ്റഡിയും മറ്റ് നാടകീയ സംഭവങ്ങളും ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് TVKയുടെ ഈ വിഷയത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള അടവാണ് എന്ന് DMK ആരോപിക്കുന്നതിൽ എന്തർത്ഥമുണ്ട് എന്നറിയില്ല. കാരണം ഇതൊക്കെ തുടങ്ങിവെച്ചത് അവരാണ്. പക്ഷേ TVKയെ സംബന്ധിച്ചുണ്ടായിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ കസ്റ്റഡിയിൽ എടുക്കുന്നതിലേക്കും അറസ്റ്റിലേക്കുമൊക്കെ ധൃതി പിടിച്ച് നീങ്ങിയത് DMKയ്ക്ക് വലിയ അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന തരത്തിലായി. അവർക്ക് ഈ വിഷയം ഏറ്റെടുക്കാനും ഈ കിരാതമായ നടപടിയായി ഇതിനെ ചിത്രീകരിക്കാനും രാഷ്ട്രീയ പകപോക്കലായി ചിത്രീകരിക്കാനും ഒക്കെയുള്ള ഒരു അവസരമാണ് ഇതിപ്പോൾ ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നത്. ധൃതി പിടിച്ച് അറസ്റ്റിലേക്ക് പോയതാണ് DMKയ്ക്ക് അനുകൂലമായ ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് DMKയ്ക്ക് ഒരു പിടിവള്ളിയായിട്ടുണ്ട്. DMK അത് പല വിധത്തിൽ ഉപയോഗപ്പെടുത്തുന്നുമുണ്ട്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ തുടർ ഭരണം ലക്ഷ്യമിട്ടുകൊണ്ടാണ് DMK മത്സരിക്കാനിറങ്ങിയത്. അവിടെ TVK അപ്രതീക്ഷിതമായ അട്ടിമറി വിജയം നേടുകയായിരുന്നു. ഭരണത്തിലേക്കും എത്തി. സ്റ്റാലിൻ ഉൾപ്പെടെ തോൽക്കുന്ന ഒരു സാഹചര്യം വന്നു. അതിൽ രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായിരുന്നു DMKയ്ക്ക്. അവിടെ നിന്ന് ഇപ്പോൾ ഉദയനിധി സ്റ്റാലിന്റെ അറസ്റ്റോടുകൂടി DMKയ്ക്ക് ഇനി സഭാ സമ്മേളനത്തിൽ ഉൾപ്പെടെ ഈ വിഷയം ചൂണ്ടിക്കാട്ടാനും ഉയർത്താനും ഒക്കെയുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. മാത്രവുമല്ല, വിജയുടെ നേതൃത്വത്തിൽ TVK അധികാരത്തിൽ വന്നതിന് ശേഷം അറസ്റ്റിലാകുന്ന മൂന്നാമത്തെ DMK MLA കൂടിയാണ് ഉദയനിധി സ്റ്റാലിൻ. വലാത്തിക്കുളം MLA GV മാർക്കണ്ഡേയൻ, തിരുച്ചെന്തൂർ MLA അനിത രാധാകൃഷ്ണൻ എന്നിവരാണ് ഉദയനിധിക്ക് മുൻപ് അറസ്റ്റിലായ DMK MLA മാർ. ആ നിലയിലൊക്കെ രാഷ്ട്രീയ പകപോക്കൽ നടക്കുന്നു എന്ന ആരോപണം ശക്തമാക്കാൻ DMKയ്ക്ക് എന്തായാലും ഇത് ഒരു അവസരമായി മാറും. ഉദയനിധി പറഞ്ഞത് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. കരുണാനിധിയുടെ അർദ്ധരാത്രി അറസ്റ്റ് മുതൽ ജയലളിതയെ ചുറ്റിപ്പറ്റിയുള്ള രാഷ്ട്രീയ പോരാട്ടങ്ങൾ വരെ തമിഴ്നാട് നിരവധി ചരിത്രപരമായ നാടകീയ മുഹൂർത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ വിജയിയും ഉദയനിധിയും രാഷ്ട്രീയ വേദിയിൽ നേർക്കുനേരെത്തുന്ന സാഹചര്യത്തിൽ പഴയ കാലത്തെ അതേ രാഷ്ട്രീയ ചൂടും പോരാട്ടത്തിന്റെ തീവ്രതയും വീണ്ടും മടങ്ങിയെത്തുന്നതായാണ് പലരും വിലയിരുത്തുന്നത്. ഇത് വെറും രണ്ട് നേതാക്കൾ തമ്മിലുള്ള മത്സരം മാത്രമല്ല, തമിഴ്നാടിന്റെ രാഷ്ട്രീയ ഭാവി ഏത് ദിശയിലേക്ക് നീങ്ങും എന്നത് തീരുമാനിക്കുന്ന നിർണായക ഘട്ടം കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇനി തമിഴ്നാട്ടിലെ ഓരോ നീക്കവും ദേശീയ ശ്രദ്ധയുൾപ്പെടെ നേടുന്ന വലിയ രാഷ്ട്രീയ സംഭവമായി മാറും എന്നതാണ് ഇന്നത്തെ സംഭവ വികാസങ്ങൾ നൽകുന്ന സൂചന. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ
സബ്സ്ക്രൈബ് ചെയ്യുക.